ഇന്ത്യയുടെ പ്രതിരോധ മേഖല ഒരു വമ്പൻ കുതിപ്പിന് തയ്യാറെടുക്കുകയാണ്. റഫാൽ യുദ്ധവിമാനങ്ങൾ വേഗതയ്ക്കും ശക്തിക്കും പേര് കേട്ടവയാണ്. ഇനി ഇന്ത്യയിൽ റഫാലിൻ്റെ ഒരു നിർണായക ഭാഗം നിർമ്മിക്കും. മുഴുവൻ വിമാനമല്ല, പക്ഷേ അതിൻ്റെ ഹൃദയഭാഗമായ ഫ്യൂസേജ്, അതായത് പൈലറ്റിൻ്റെ കോക്പിറ്റും മറ്റ് പ്രധാന ഭാഗങ്ങളും ഒന്നിക്കുന്ന വിമാനത്തിൻ്റെ മുഖ്യ ശരീരമാണ് ഫ്യൂസേജ്. ഇതാണ് ഇന്ത്യയിൽ നിർമ്മിക്കുന്നത്. ഫ്രഞ്ച് കമ്പനിയായ ഡസോയും ഇന്ത്യയുടെ പ്രിയപ്പെട്ട ടാറ്റ ഗ്രൂപ്പും കൈകോർത്തപ്പോഴാണ് ഈ യാത്ര തുടങ്ങിയത്. ടാറ്റയുടെ എയ്റോസ്പേസ് വിഭാഗമായ ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ഹൈദരാബാദിൽ ഒരു അത്യാധുനിക ഫാക്ടറി സ്ഥാപിക്കുന്നു. 2028ഓടെ ഈ ഫാക്ടറി മാസം 2 ഫ്യൂസേജുകൾ വരെ നിർമ്മിക്കും. ഇത് ഒരു വലിയ നേട്ടമാണ്, കാരണം ഇതുവരെ എല്ലാ റഫാൽ ഫ്യൂസേജുകളും ഫ്രാൻസിലാണ് നിർമ്മിച്ചിരുന്നത്. ഈ ഉയർന്ന സാങ്കേതിക ജോലി ഏറ്റെടുക്കുന്ന ആദ്യ വിദേശ രാജ്യമായി ഇന്ത്യ മാറുന്നു. ഇന്ത്യക്ക് അതിനാൽ തീർച്ചയായും അഭിമാനിക്കാവുന്ന നേട്ടം തന്നെയാണ്. ഇത് ടാറ്റയും ഫ്രാൻസും തമ്മിലുള്ള ആദ്യ സഹകരണമല്ല. കഴിഞ്ഞ വർഷം ഫ്രഞ്ച് കമ്പനിയായ എയർബസ് ടാറ്റയുമായി ചേർന്ന് കർണാടകയിൽ 125 ഹെലികോപ്റ്ററുകൾ നിർമ്മിക്കാൻ തീരുമാനിച്ചു. ഇന്ത്യൻ വ്യോമസേന 36 റഫാൽ വിമാനങ്ങൾ ഉപയോഗിക്കുന്നു. 2030ഓടെ നാവികസേന 26 മറൈൻ റഫാലുകൾ സ്വന്തമാക്കും. ഈ കരാറിൽ സാങ്കേതികവിദ്യ കൈമാറ്റവും ഉൾപ്പെടുന്നു. ഇത് ഹൈദരാബാദ് ഫാക്ടറിയെ ഇന്ത്യയുടെ പ്രതിരോധ സ്വപ്നങ്ങളുടെ പ്രധാന കേന്ദ്രമാക്കി മാറ്റുന്നു. ഈ നേട്ടം ഇന്ത്യയുടെ അതിർത്തികൾക്കപ്പുറവും വ്യാപിക്കുന്നു. UAE, ഗ്രീസ്, ഈജിപ്ത്, ഖത്തർ, ഖുറേഷ്യ തുടങ്ങിയ രാജ്യങ്ങളും റഫാൽ വിമാനങ്ങൾ ഉപയോഗിക്കുന്നു. അതിനാൽ ഹൈദരാബാദ് ഫാക്ടറി ആഗോള വിപണിയിലും ഇടം പിടിക്കും. വിമാന നിർമ്മാണം എളുപ്പമല്ല. അത് ആയിരക്കണക്കിന് കഷ്ണങ്ങൾ ചേർത്തുള്ള സങ്കീർണ പസിൽ പോലെയാണ്. ഇതിൽ വിജയിക്കുന്നത് കൂടുതൽ അവസരങ്ങൾ തുറക്കും. ആഗോള കമ്പനികളെ ഇന്ത്യയിൽ ഫാക്ടറികൾ സ്ഥാപിക്കാൻ പ്രേരിപ്പിക്കും. ഇത് മേക്ക് ഇൻ ഇന്ത്യ എന്ന സ്വപ്നത്തിൻ്റെ ഒരു ചുവടുവയ്പ്പാണ്. ഇന്ത്യ ഇതിനായി കഠിനമായി ശ്രമിക്കുന്നുണ്ട്. അമേരിക്കൻ ജാവലിൻ മിസൈലുകളുടെ സഹനിർമ്മാണം മുതൽ സ്ട്രൈക്കർ യുദ്ധവാഹനങ്ങൾ വരെ പാശ്ചാത്യ പ്രതിരോധ കമ്പനികളെ ഇന്ത്യ ക്ഷണിക്കുന്നു. എന്നാൽ വേഗത നിർണായകമാണ്. ഉദാഹരണത്തിന്, ജാവലിൻ പദ്ധതി 5 വർഷം മുൻപ് അമേരിക്കൻ കമ്പനികളായ റേത്തിയോണും ലോക്ഹീഡ് മാർട്ടിനും ഇന്ത്യയുടെ ഭാരത് ഡൈനാമിക്സുമായി കരാർ ഒപ്പിട്ടു. പക്ഷേ പുരോഗതി മന്ദഗതിയിലാണ്, കാരണം അമേരിക്ക സാങ്കേതികവിദ്യ പങ്കിടാൻ മടിക്കുന്നു. എന്നാൽ ഫ്രാൻസും റഷ്യയും കൂടുതൽ തുറന്ന മനസ്സോടെ പ്രവർത്തിക്കുന്നു. കഴിഞ്ഞ ദിവസം റഷ്യ Su-57 വിമാനങ്ങൾ വിൽക്കാനും ഇന്ത്യയിൽ നിർമ്മിക്കാനും ഒരു ഓഫർ നൽകിയിട്ടുണ്ട്. ഇന്ത്യ തീർച്ചയായും സ്വീകരിക്കേണ്ട അവസരമാണിത്. ലോകത്തിലെ 2ാമത്തെ വലിയ ആയുധ ഇറക്കുമതിക്കാരാണ് ഇന്ത്യ. 8.3% ആഗോള ആയുധ വാങ്ങലുകൾ നടത്തുന്നത് ഇന്ത്യയാണ്. ഇത് ഇന്ത്യക്ക് വലിയ വിലപേശൽ ശക്തി നൽകുന്നു. ആയുധങ്ങൾ വാങ്ങുന്നതിനപ്പുറം സാങ്കേതികവിദ്യയും പ്രാദേശിക നിർമ്മാണവും ആവശ്യപ്പെടാം. ഇത് ശക്തമായൊരു ആഭ്യന്തര പ്രതിരോധ വ്യവസായം കെട്ടിപ്പടുത്തും. കഴിഞ്ഞ വർഷം ഇന്ത്യയുടെ പ്രതിരോധ ഉൽപ്പാദനം 1.46 ലക്ഷം കോടി രൂപ, അതായത് $17 ബില്യൺ ആയിരുന്നു. അതിൽ 22% സ്വകാര്യ മേഖലയിൽ നിന്നാണ്. കയറ്റുമതി $2.7 ബില്യൺ പ്രധാനമായും ആയുധങ്ങളുടെ ഭാഗങ്ങളും ചെറിയ ആയുധങ്ങളുമാണ് കയറ്റുമതി ചെയ്യുന്നത്. എന്നാൽ വിമാനങ്ങൾ, യുദ്ധക്കപ്പലുകൾ, മിസൈലുകൾ തുടങ്ങിയ അത്യാധുനിക ആയുധങ്ങൾ നിർമ്മിക്കുകയാണ് ഇന്ത്യയുടെ വലിയ ലക്ഷ്യം. റഫാൽ ഫ്യൂസേജ് ഫാക്ടറി പോലുള്ള കരാറുകൾ ഈ പാതയിലെ ചുവടുകളാണ്. ഇന്ത്യക്ക് ഉയർന്ന തലത്തിലുള്ള നിർമ്മാണം കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നത് ഇത് തെളിയിക്കുന്നു. ആഗോള സ്വീകാര്യത നേടുന്നു.